പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോടെ ഏറ്റവും ചേർന്നിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. അവരുടെ ഇന്നത്തെ ജീവിതവും പഠനവും നാളെയുടെ ഭാവിയും ഓർക്കുമ്പോൾ പല മാതാപിതാക്കളുടെയും ഹൃദയത്തിൽ ഒരുപാട് ആശങ്കകളുണ്ടാകും. എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കുമോ? പരീക്ഷ നന്നായി എഴുതുവാൻ കഴിയുമോ? അവരുടെ ഭാവി എങ്ങനെയായിരിക്കും? അവർ നല്ല മനുഷ്യരായി വളരുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നമുക്കെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ പേരുകൾ മനസ്സിൽ ഓർക്കുക. അവ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പഠനവും പരീക്ഷകളും സ്വപ്നങ്ങളും ഭാവിയും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിലും സായാഹ്നത്തിലും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവർ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമാണ്. അവരുടെ ചിരിയിലും അവരുടെ സ്വപ്നങ്ങളിലും അവരുടെ ചെറിയ വിജയങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയവും ആശങ്കയും ഉണ്ടാകുന്നു. ആ ആശങ്കകളെല്ലാം ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ എണ്ണത്തെ അനുഗ്രഹിക്കണമേ. അവർ പുസ്തകം തുറക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. പഠിച്ചതെല്ലാം ഓർത്തെടുക്കുവാനുള്ള നല്ല ഓർമ്മശക്തിയും ശ്രദ്ധയും ഏകാഗ്രതയും നൽകണമേ. പഠിക്കുവാൻ മടിയുണ്ടാകുമ്പോൾ പരിശ്രമിക്കുവാനുള്ള മനസ്സും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും നൽകണമേ. എനിക്ക് കഴിയില്ല എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ പരിശ്രമിക്കുമെന്ന ആത്മവിശ്വാസം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. കർത്താവെ, പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന ഓരോ കുഞ്ഞിനെയും പ്രത്യേകം ഓർക്കണമേ. പരീക്ഷയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാകുന്ന കുട്ടികളുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വിഷമിക്കുന്ന കുട്ടികളുമുണ്ട്. എനിക്ക് മാർക്ക് കുറയുമോ എന്ന് ഭയപ്പെടുന്ന കുട്ടികളുമുണ്ട്. അവരുടെ ഹൃദയത്തിലെ ഭയം മാറ്റണമേ. അവർക്ക് സമാധാനം നൽകണമേ. അവർ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷ അവരുടെ മുഴുവൻ ജീവിതത്തെയും നിർവചിക്കുന്നില്ല എന്ന സത്യം കൂടിയാണ്. മാർക്ക് പ്രധാനമാണ്, പക്ഷേ ഒരു മാർക്ക് മാത്രമല്ല ഒരു കുട്ടിയുടെ വില തീരുമാനിക്കുന്നത്. കർത്താവെ, അവർക്ക് പരിശ്രമിക്കാൻ കഴിയുന്ന മനസ്സും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള ബുദ്ധിയും വിജയിക്കുമ്പോൾ വിനയത്തോടെ നിൽക്കുവാനുള്ള ഹൃദയവും നൽകണമേ. അവരുടെ കഴിവുകളെ അവർ തിരിച്ചറിയട്ടെ. മറ്റുള്ളവരെ നോക്കി തങ്ങളെ ചെറുതായി കാണാതിരിക്കട്ടെ. ഓരോ കുഞ്ഞിനും അങ്ങ് നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവുകൾ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ഭാവി അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവർ ഏതു പഠനം തിരഞ്ഞെടുക്കണം, ഏത് ജോലി ചെയ്യണം, ജീവിതത്തിൽ ഏത് വഴി പോകണം എന്നതിനെക്കുറിച്ച് മാതാപിതാക്കളായ ഞങ്ങൾക്ക് പോലും എല്ലാം അറിയില്ല. പക്ഷേ അങ്ങേക്കറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും അങ്ങയുടെ ജ്ഞാനം അവരെ നയിക്കണമേ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ. നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കണമേ. അവരെ നല്ല മനുഷ്യരാക്കുന്ന സുഹൃത്തുക്കളെയും അധ്യാപകരെയും വഴികാട്ടികളെയും അവരുടെ ജീവിതത്തിൽ നൽകണമേ. അവരുടെ സ്വപ്നങ്ങൾ നല്ലതാണെങ്കിൽ അതിനായി പരിശ്രമിക്കുവാനുള്ള ശക്തി നൽകണമേ. അവരുടെ വഴികളിൽ തടസ്സങ്ങൾ വന്നാൽ തളരാതെ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു പോകാൻ പഠിപ്പിക്കണമേ. കർത്താവെ, ഒരു കാര്യം കൂടി ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നല്ല മാർക്ക് മാത്രം നൽകരുതേ, നല്ല ഹൃദയം നൽകണമേ. അറിവിനൊപ്പം വിവേകം നൽകണമേ. വിജയത്തിനൊപ്പം വിനയം നൽകണമേ. സമ്പത്തിനൊപ്പം കരുണ നൽകണമേ. കഴിവിനൊപ്പം ഉത്തരവാദിത്വം നൽകണമേ. സ്വന്തം വിജയത്തിൽ മാത്രം സന്തോഷിക്കാതെ മറ്റുള്ളവരെയും സഹായിക്കുവാനുള്ള മനസ്സ് നൽകണമേ. അവർ വളരുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാത്രമല്ല നല്ല മനുഷ്യരായി വളരണമേ. കർത്താവെ, ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ മനസ്സിന് സമാധാനം നൽകണമേ. ചോദ്യപേപ്പർ കാണുമ്പോൾ പരിഭ്രമിക്കാതെ അറിയാവുന്ന കാര്യങ്ങൾ ശരിയായി ഓർത്തെടുക്കുവാൻ സഹായിക്കണമേ. സമയം ശരിയായി ഉപയോഗിക്കുവാനുള്ള ബുദ്ധി നൽകണമേ. പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല, ഞാൻ വീണ്ടും പരിശ്രമിക്കും എന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം ഓരോ കുഞ്ഞിനും നൽകണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണുക. അവരുടെ പേരുകൾ ഓർക്കുക. കർത്താവെ, എൻ്റെ മകനെ, എൻ്റെ മകളെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുക. അവരുടെ പഠനം, അവരുടെ പരീക്ഷ, അവരുടെ ആരോഗ്യം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ
ഭാവി എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം. നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സ്നേഹിക്കുവാനും അവരുടെ കൂടെ നിൽക്കുവാനും കഴിയും. അതുകൊണ്ട് മക്കളോടൊരിക്കലും നിനക്കൊന്നും കഴിയില്ല എന്ന് പറയരുത്. പകരം പറയുക, നീ പരിശ്രമിക്കൂ, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ ഈ ഒരു വാക്കുപോലും വലിയ ശക്തിയാകും. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരങ്ങൾ ഉണ്ടാകണമേ. അവർ പോകുന്നിടത്തെല്ലാം നല്ല വഴികൾ തുറക്കണമേ. അവർ തെറ്റുമ്പോൾ തിരുത്തണമേ. അവർ വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ശക്തി നൽകണമേ. അവർ വിജയിക്കുമ്പോൾ അങ്ങയെ മറക്കാതിരിക്കണമേ. അവർ പരാജയപ്പെടുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കണമേ. അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളെ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നൽകണമേ. മാതാപിതാക്കളുടെ ആശങ്കകൾ മാറ്റണമേ. മക്കളെക്കുറിച്ചുള്ള ഭയം മാറ്റി പകരം വിശ്വാസം നിറയ്ക്കണമേ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലാണ് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനവും വിവേകവും ആത്മവിശ്വാസവും നല്ല സ്വഭാവവും നൽകണമേ. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. അവരുടെ പഠനത്തിലും ജോലിയിലും കുടുംബജീവിതത്തിലും ഭാവിയിലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ സ്വപ്നങ്ങൾക്ക് നല്ല വഴികൾ തുറക്കണമേ. അവരുടെ കണ്ണുനീർ സന്തോഷമാക്കണമേ. അവരുടെ ഭയങ്ങളെ വിശ്വാസമാക്കണമേ. അവരുടെ ബലഹീനതകളെ ശക്തിയാക്കണമേ. ഇതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഭാവിയിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ.